നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പൊന്നാനിയിൽ വൻ മയക്കുമരുന്ന് വേട്ട. 305 ഗ്രാം മെത്താഫിറ്റാമിൻ പിടിച്ചെടുത്തു. കാളിക്കാവ് എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ എൻ നൌഫലിന് കിട്ടിയ രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് കമ്മീഷണർ സ്ക്വാഡും മലപ്പുറം ഐബിയും പൊന്നാനി സർക്കിൾ സംഘവും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് മെത്തംഫിറ്റമിനുമായി 2 പേരെ പൊന്നാനി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ SG അരവിന്ദ് അറസ്റ്റ് ചെയ്തത്. പൊന്നാനി മാറഞ്ചേരി കൈപ്പുള്ളിയിൽ വീട്ടിൽ മുഹമ്മദ് ബഷീർ, പട്ടാമ്പി എറവക്കാട് മങ്ങാടിപ്പുറത്ത് വീട്ടിൽ സാബിർ എന്നിവരാണ് അറസ്റ്റിലായത്. മലപ്പുറം, പാലക്കാട്, തൃശൂർ ജില്ലകളിൽ മെത്തഫിറ്റാമിൻ മൊത്തം വിൽപ്പന നടത്തുന്ന സംഘത്തിലെ പ്രധാനികളാണ് ഇവരെന്ന് പോലീസ് പറഞ്ഞു. സംഘത്തിൽ എക്സൈസ് ഇൻസ്പെക്ടർമാരായ നൌഫൽ, ഷിജുമോൻ, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് ശ്രീകുമാർ, പ്രിവന്റീവ് ഓഫീസർ ഗ്രേഡ് പ്രമോദ്, PP ഗിരീഷ്, സിവിൽ എക്സൈസ് ഓഫീസർ അഖിൽദാസ്, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ജ്യോതി, എക്സൈസ് ഡ്രൈവർ പ്രമോദ് എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. NDA ചെയർമാൻ K. സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്രയുടെ ഭാഗമായി പട്ടാമ്പിയിൽ മണ്ഡലം തല ഉപപദയാത്ര. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി C. കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു പദയാത്ര. പട്ടാമ്പിയിൽ നിന്നും ആരംഭിച്ച പദയാത്ര ഓങ്ങല്ലൂരിൽ സമാപിച്ചു. BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്രയുടെ ഭാഗമായാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉപയാത്രകൾ നടത്തിവരുന്നത്. കഴിഞ്ഞ ദിവസം മേലെ പട്ടാമ്പിയിൽ നിന്നും ആരംഭിച്ച ഉപയാത്ര ഓങ്ങല്ലൂരിൽ സമാപിച്ചു. മേലെ പട്ടാമ്പി മാരാർജി സ്മൃതി മന്ദിരത്തിൽ നിന്നും ജില്ലാ കമ്മിറ്റി അംഗം PT വേണുഗോപാൽ, ജാഥാ നായകൻ C. കൃഷ്ണകുമാറിന് പതാക കൈമാറിക്കൊണ്ടായിരുന്നു യാത്രയ്ക്ക് തുടക്കം കുറിച്ചത്. നൂറുകണക്കിന് പ്രവർത്തകർ യാത്രയിൽ അണിനിരന്നു. മോദിയുടെ ഗ്യാരണ്ടി, വികസിത പാലക്കാട് എന്ന മുദ്രാവാക്യമുയർത്തിയായിരുന്നു പദയാത്ര നടത്തിയത്. യാത്ര ഓങ്ങല്ലൂരിൽ സമാപിച്ചു. സമാപന സമ്മേളനം BJP സംസ്ഥാന കമ്മിറ്റി അംഗം ഉല്ലാസ് ബാബു ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾ കൊടുത്ത പണം എത്ര ആയിരം കോടി, എത്ര ലക്ഷം കോടി, അത് 2004 മുതൽ 2014 വരെയുള്ള 10 വർഷത്തേക്കാൾ എത്ര 10 മടങ്ങ് ലക്ഷം കോടി ഈ കേരള സർക്കാരിന് ഞങ്ങൾ കൊടുത്തു. അക്കമിട്ട് പാർലമെന്റിൽ പറഞ്ഞപ്പോ ഉണ്ടോ ആരിഫ് ഉണ്ടായിരുന്നില്ല അവിടെ, MP രാജേഷ് ഉണ്ടായിരുന്നില്ല അവിടെ, ബ്രിട്ടാസ് ഉണ്ടായിരുന്നില്ല അവിടെ, പിടിച്ചു നിർത്തി ചോദ്യം ചെയ്യാമായിരുന്നില്ല. നിങ്ങൾ നുണയാണെങ്കിൽ റിസീവ്ഡ് എന്ന് പറഞ്ഞ്, റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്ത് 2023 ഡിസംബർ 22 വരെയുള്ള കണക്കുകൾ 100% ഈ സർക്കാരിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് പണവും മേടിച്ചെടുത്തിട്ട് നാണവും മാനവും ഇല്ലാതെ, സ്വന്തം കഴിവും പ്രാപ്തിയും ഇല്ലാതെ അത് മൂടിവെക്കാൻ കേന്ദ്ര സർക്കാരിനെ നോക്കി കൊഞ്ഞനം കുത്തു നോക്കാം മുനിസിപ്പാലിറ്റി. അതിനെ നിന്നുകൊടുത്ത് കൈയടിച്ചു കൊടുക്കുന്ന സതീശന്റെ നേതൃത്വത്തിലുള്ള ഈ രാഷ്ട്രീയ സംഘടന. മണ്ഡലം പ്രസിഡന്റ് VC സന്തോഷ് അധ്യക്ഷനായിരുന്നു. ജില്ലാ പ്രസിഡന്റ് KM ഹരിദാസ്, ജില്ലാ സെക്രട്ടറി P. മനോജ്, പൂക്കാട്ടിരി ബാബു, PT വേണുഗോപാൽ, C. അനിൽകുമാർ, ഗോപി പൂവക്കോട്, സുമ സത്യൻ, ബാബു, MP മുരളീധരൻ, റഹീം ഓങ്ങല്ലൂർ, ജയശങ്കർ, നാരായണൻകുട്ടി തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. കോൺഗ്രസിന്റെ ഓരോ പ്രവർത്തകനും അറിയാം, ഇത്തവണ കോൺഗ്രസിന് ലോകസഭയിൽ 2 അക്കം പോലും തികയ്ക്കാൻ കഴിയാത്ത സാഹചര്യമാണെന്നുള്ളത് കോൺഗ്രസിന്റെ പ്രവർത്തകർക്കറിയാം. കോൺഗ്രസിന്റെ നേതാവുണ്ട് ശ്രീമതി സോണിയാഗാന്ധി. ഇത്തവണ മത്സരിക്കുന്നുണ്ടോ? ഇല്ല. എവിടേക്കാണ് മത്സരിക്കുന്നത്? രാജ്യസഭയിലാണ് മത്സരിക്കുന്നത്. ഈ രാജ്യത്ത് ദശാബ്ദങ്ങളായിട്ട് കോൺഗ്രസിനെ വിജയിപ്പിച്ച റായ്ബറേലിയിൽ, ഉത്തർപ്രദേശിലെ റായ്ബറേലിയിൽ മത്സരിക്കാനുള്ള ചങ്കൂറ്റം പോലും കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള സോണിയാഗാന്ധിക്കില്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചോ, ഇത്തവണ കോൺഗ്രസിന്റെ വേണ്ടി കൈവക്കാൻ ലോകസഭയിൽ ആളില്ലാത്ത സ്ഥിതി പോലും വന്നാൽ അത് അതിശയിക്കാനില്ല. പട്ടാമ്പി 110ാമത് നേർച്ചയുടെ ഭാഗമായുള്ള ക്രമീകരണങ്ങൾ തുടങ്ങി. ഇതിന്റെ ഭാഗമായി നഗരസഭയുടെ നേതൃത്വത്തിൽ ബന്ധപ്പെട്ട വകുപ്പ് മേധാവികളുടെയും മറ്റും യോഗം വിളിച്ചു ചേർന്നു. 110ാമത് പട്ടാമ്പി നേർച്ചയ്ക്കുള്ള ഒരുക്കങ്ങൾ ക്രമീകരിക്കുന്നതിന്റെ മുന്നോടിയായാണ് പട്ടാമ്പി നഗരസഭയുടെ നേതൃത്വത്തിൽ ബന്ധപ്പെട്ടവരുടെ യോഗം വിളിച്ചു ചേർത്തത്. പട്ടാമ്പി നഗരസഭാ ഹാളിൽ വെച്ചായിരുന്നു യോഗം. മുഹമ്മദ് മൊഹസിൻ MLA അധ്യക്ഷതയിലായിരുന്നു യോഗം ചേർന്നത്. കേന്ദ്ര നേർച്ചാഘോഷ കമ്മിറ്റി ഭാരവാഹികൾ, ജനപ്രതിനിധികൾ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു. കേന്ദ്ര നേർച്ചാഘോഷ കമ്മിറ്റികൾക്ക് പുറമെ 44ഓളം ഉപാഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് ഇത്തവണ നേർച്ചാഘോഷം.
കേരളത്തിലെ പേരുകേട്ട ഗജവീരന്മാർ ഇത്തവണ പട്ടാമ്പി നേർച്ചയ്ക്ക് എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നേർച്ചയുമായി ബന്ധപ്പെട്ട് വിപുലമായ ഒരുക്കങ്ങൾ ഉടൻ പൂർത്തിയാക്കുവാനും യോഗം തീരുമാനിച്ചു. എല്ലാ ജാതി മത വിഭാഗങ്ങളും അതിന്റെ ഭാഗമായി ഉണ്ടാവാറുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള ഈ അടുത്ത് നമ്മുടെ പഴയ IG ആയിരുന്ന പി സന്ധ്യ അവരുടെ ഒരു മെമ്മോറിയലിലെ പട്ടാമ്പി നേർച്ചയെ കുറിച്ച് അവർ പറയുന്നുണ്ട്. പട്ടാമ്പി നേർച്ച എന്ന് പറയുന്നത് ഒരുപാട് വർഷങ്ങളായി നടക്കുന്ന നേർച്ചയാണ്. അത് ഏറ്റവും നന്നായി അതിന് 110ാമത് നേർച്ച മാർച്ച് 2-3 തീയതികളിലായി ഏറ്റവും വിപുലമായിട്ട് തന്നെ നമുക്ക് നടത്തണം. അതിനെല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം. എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും അതിന് വലിയ രീതിയിലുള്ള സഹകരണത്തോടു കൂടി പ്രവർത്തിക്കണം. അതോടൊപ്പം തന്നെ ഇതിന്റെ നേർച്ച നടത്തിപ്പുമായി ബന്ധപ്പെട്ടവരും ഡിപ്പാർട്ട്മെന്റുകളുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കണം. കഴിഞ്ഞ പ്രാവശ്യം നമുക്കറിയാം ഈ നേർച്ച കഴിഞ്ഞതിന് ശേഷം നഗരസഭയുടെ ക്ലീനിങ് അടക്കമുള്ള കാര്യങ്ങൾ വളരെ വേഗത്തിൽ നടന്ന് ഒരു വലിയ ഇവന്റ് നടന്നത് പോലും അറിയാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടന്നു. അപ്പൊ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇപ്രാവശ്യവും നഗരസഭയുടെ ഭാഗത്ത് ഉണ്ടാകും എന്നൊരു സംശയം ഉണ്ടായിട്ടില്ല. എന്തായാലും എല്ലാ ആളുകളും ഒന്നിച്ച് ഒരു മനസ്സോടുകൂടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. വൈകിട്ട് നടക്കുന്ന നഗരപ്രദക്ഷിണ ഘോഷയാത്ര 5 മണിക്ക് തന്നെ ആരംഭിക്കുവാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുവാൻ യോഗത്തിൽ നിർദ്ദേശമുണ്ടായി. മുൻകാലങ്ങളെ അപേക്ഷിച്ച് രാവിലെ നടക്കുന്ന കൊടിയേറ്റ സമയത്ത് ഇത്തവണ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുവാനും തീരുമാനിച്ചിട്ടുണ്ട്. നേർച്ചയോടനുബന്ധിച്ച് പട്ടാമ്പി ടൗണിലെ ഹോട്ടലുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനകൾ നടക്കും. സുരക്ഷ കണക്കിലെടുത്ത് നഗരത്തിലെ നിരീക്ഷണ ക്യാമറകൾ വഴി നിരീക്ഷണവും ശക്തമാക്കുന്നുണ്ട്. പോലീസിന്റെ നേതൃത്വത്തിൽ ഇതുമായി ബന്ധപ്പെട്ട നടപടികൾക്ക് നേതൃത്വം നൽകും. ഷൊർണൂർ ഡിവൈഎസ്പി ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുവാനുള്ള എല്ലാ നിർദ്ദേശങ്ങളും കർശനമായി പാലിക്കണമെന്നും ഷൊർണൂർ ഡിവൈഎസ്പി PC ഹരിദാസ് യോഗത്തിൽ സൂചിപ്പിച്ചു. കൂറ്റനാട് നേർച്ച കഴിഞ്ഞ ആഴ്ച 2 മുമ്പ് നടന്നു. കഴിഞ്ഞ വർഷം സംഘർഷമുണ്ടായി, 2 കൂട്ടി അടിയുണ്ടായി, പരിക്കുണ്ടായി, പോലീസിനടക്കം പരിക്കിട്ട സംഭവം. പക്ഷെ ഇപ്രാവശ്യം വളരെ ഭംഗിയായിട്ട് ഒരു സംഭവം പോലും ഉണ്ടാവാതെ ഭംഗിയായിട്ട് അവസാനം. അപ്പോൾ നമുക്ക് ആ ജനങ്ങൾ തന്നെ ആ വലിയ പ്രൊസഷൻ വരുന്ന സമയത്ത് വണ്ടികളിൽ ക്രോസ് ചെയ്തു. പക്ഷെ ഒരു പ്രവർത്തകരും പോലും തടയാനോ ഞാൻ ആ സംഘാടകരെ അല്ലെങ്കിൽ ആ പ്രവർത്തകരെ എന്താ പറയുക അവരുടെ നിശ്ചയദാർഢ്യം ഒരു പ്രവർത്തകരെ വണ്ടിയിൽ അടിക്കുകയെ എത്ര നമ്മുടെ ഉത്സവത്തിൽ കാണാൻ പങ്കെടുക്കാൻ കഴിയാത്ത എത്രയോ ആൾക്കാരുണ്ട്. അവർ ചിലപ്പോൾ ഒരു പക്ഷേ അവരുടെ ആവശ്യങ്ങൾക്കോ മറ്റോ വരുന്നില്ല. അവരെ കറക്റ്റായിട്ട് ഞാൻ അവർ ഒരു ഉത്സവത്തിൽ ഞാൻ തന്നെ കണ്ടിട്ടില്ല. പലപ്പോഴും വരുമ്പോൾ സമയത്ത് അവരെ പിടിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി, വൈസ് ചെയർമാൻ TP ഷാജി, കേന്ദ്ര നേർച്ചാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് KR നാരായണസ്വാമി, സെക്രട്ടറി അലി പൂവത്തിങ്ങൽ, ട്രഷറർ മുഹമ്മദ് മാനു, നഗരസഭാ കൗൺസിലർമാർ, വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. നമ്മുടെ ടൗണിലുള്ള ഈ പഞ്ചായത്തുകളിലെ 5 പഞ്ചായത്തുകളിൽ അതേപോലെ തന്നെ ഈ തെരുവിലുള്ള ഈ കമ്മിറ്റിയും കൂടി അവിടെ മേനോട്ടാൻ ജംഗ്ഷൻ എല്ലാ ആളുകളും അവിടെ എത്തിച്ചേരും. എല്ലാ വകുപ്പുകളിൽ നിന്നും അത് എത്തിക്കഴിഞ്ഞാൽ അവർ കേന്ദ്ര കമ്മിറ്റി ഓഫീസിൽ വിവരം അറിയിക്കും. അപ്പൊ നമ്മൾ ഇതേപോലെ തന്നെ പട്ടാമ്പിയിലെ പ്രത്യേകിച്ച് സാംസ്കാരികമായൊരു കേന്ദ്ര കമ്മിറ്റിയൊക്കെ ഒരു ഉത്സവാന്തരീക്ഷത്തിന് പോയി അവരെ സ്വീകരിച്ച് നമ്മുടെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവന്ന് പുതിയ ബസ് സ്റ്റാൻഡിന്റെ ആനെ 10 മണി വരെ 10 മണി പൂർണ്ണമായിട്ട് അണിനിരക്ക് 10 മണിക്ക് ശേഷം ആദ്യം എല്ലാ ആളുകളും വന്നതിന് ശേഷം പിരിഞ്ഞു പോകാൻ ഉണ്ടാവുക. അതിന് മുന്നേ ആദ്യമത്തെ കമ്മിറ്റികളുടെ ഇടയിലാണെങ്കിൽ പിരിഞ്ഞു പോയാൽ 60 കമ്മിറ്റി വരുന്നതിന്റെ ഇടയിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും അനുഭവ പ്രശ്നങ്ങളുണ്ടാവും. തിരുവേഗപ്പുറ നടുവട്ടം ജനനന്മ രാജീവ് ഗാന്ധി കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ 1ാം വാർഷികം വിവിധ പരിപാടികളോടെ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്നവർക്കും ഭിന്നശേഷിക്കാർക്കും ഒരു കൈത്താങ്ങ എന്ന ലക്ഷ്യത്തോടെയാണ് തിരുവേഗപ്പുറ പഞ്ചായത്തിലെ നടുവട്ടം കേന്ദ്രീകരിച്ച് ജനനന്മ രാജീവ് ഗാന്ധി കൾച്ചർ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് ആരംഭിച്ചതെന്ന് ഭാരവാഹികൾ പട്ടാമ്പിയിൽ ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 2022 ട്രസ്റ്റിന്റെ പ്രവർത്തനം ആരംഭിച്ചത്. കഴിഞ്ഞ 1 വർഷത്തിനുള്ളിൽ നിരവധിയായ സേവന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പാക്കിയതായും ഭാരവാഹികൾ സൂചിപ്പിച്ചു. ഫെബ്രുവരി 22 വ്യാഴാഴ്ച വൈകുന്നേരം 5 മണിക്ക് പരിപാടികൾ ആരംഭിക്കുന്നതോടൊപ്പം 7 മണിക്ക് സാംസ്കാരിക സമ്മേളനം ബഹുമാനപ്പെട്ട DCCയുടെ പ്രസിഡന്റ് തങ്കപ്പൻ അവർ ഉദ്ഘാടനം ചെയ്യുകയാണ്. മുഖ്യ പ്രഭാഷകനായിട്ട് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറിയും മുൻ MLAയുമായ KN ഖാദർ മുഖ്യപ്രഭാഷണം നടത്തുന്ന സദസ്സിൽ പ്രശസ്ത സിനിമാ താരം സുനിൽ ഗുരുവായൂർ ശിവജി ഗുരുവായൂർ എന്ന മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നത്. അതിൽ KPCCയുടെ എക്സിക്യൂട്ടീവ് മെമ്പർ മുൻ പാലക്കാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനായ CV ബാലേന്ദ്രൻ മാഷും അതുപോലെ പ്രമുഖരായ തിരുവേഗപ്പുറ പഞ്ചായത്തിലെയും കൊപ്പം പഞ്ചായത്തിലെയും പരുതൂർ പഞ്ചായത്തിന്റെ പ്രസിഡന്റുമാരും മുൻ പ്രസിഡന്റുമാരും ഒക്കെ പങ്കെടുക്കുന്ന മഹനീയ സദസ്സാണ്. അതിൽ പ്രധാനപ്പെട്ട
ആളുകളായ നമ്മുടെ ഗായകൻ സജീർക്കൊപ്പം സിനിമ ഡ്രാമ ആർട്ടിസ്റ്റ് ഷാജി ഊരാളി, യുവസംരംഭകൻ തിരുവല്ല പഞ്ചായത്തിലെ യുവസംരംഭകനായ ഇമാൻ ഗ്രൂപ്പ് ചെയർമാൻ KM ഷെരീഫ് എന്നിവരെ അനുമോദിക്കുന്ന ചടങ്ങും അതോടെ നടക്കുന്ന കലാവിരുന്നുമാണ് നടക്കുന്നത്. ട്രസ്റ്റിന്റെ ഔപചാരികമായ 1ാം വാർഷികാഘോഷമാണ് വിവിധ പരിപാടികളോടെ നടത്തുന്നത്. ഈ മാസം 22-ന് വ്യാഴാഴ്ച വൈകുന്നേരം 5 മണിക്ക് നടുവട്ടത്ത് വെച്ചാണ് വാർഷിക മഹാസമ്മേളനവും അനുമോദന ചടങ്ങും കലാവിരുന്നും ഒരുക്കുന്നുവെന്നും ഭാരവാഹികൾ അറിയിച്ചു. വാർഷിക മഹാസമ്മേളനം DCC പ്രസിഡന്റ് A. തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്യും. ജനനന്മ രാജീവ് ഗാന്ധി കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ബഷീർ നടുവട്ടം അധ്യക്ഷത വഹിക്കും. മുൻ MLA KN ഖാദർ മുഖ്യപ്രഭാഷണം നടത്തും. സിനിമാ താരം ശിവജി ഗുരുവായൂർ മുഖ്യാതിഥിയാകും. ജനപ്രതിനിധികളും രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖരും പങ്കെടുക്കും. വാർഷിക സമ്മേളനത്തിന്റെ ഭാഗമായി ഗായകൻ സജീർക്കൊപ്പം, സിനി ആൻഡ് ഡ്രാമ ആർട്ടിസ്റ്റ് ഷാജി ഊരാളി, മികച്ച സംരംഭകൻ KM ഷെരീഫ് എന്നിവർക്ക് അനുമോദനവും ഒരുക്കിയിട്ടുണ്ട്. ആഘോഷ പരിപാടികളുടെ ഭാഗമായി കരോക്കെ ഗാനമേള, നാടകം തുടങ്ങിയ പരിപാടികളും ഒരുക്കിയിട്ടുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഈ സംഘടന ആ പ്രദേശത്തുകാർക്ക് ഏതൊക്കെ രൂപത്തിൽ ഒരു തുണയാകാൻ, ആശ്രയമാകാൻ കഴിയുമെന്ന് ആലോചിക്കുമ്പോൾ അതിന് വിവിധ രൂപത്തിലുള്ള സഹായവും ഈ സംഘടനക്കും ഒരുപോലെ ആവശ്യമാണ്. എങ്കിലേ അത് കൂടുതൽ ആളുകൾക്ക് നമുക്ക് സഹായം എത്തിക്കാൻ കഴിയുള്ളൂ. അപ്പൊ ഈ സംഘടനയെ പുറത്തുള്ള ആളുകൾക്ക് കൂടി പരിചയപ്പെടുത്തുക എന്നുള്ളൊരു സതുദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ 1ാം വാർഷികം ഇവിടെ സംഘടിപ്പിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഒരുപാട് കലാപരിപാടികൾ ഒരൊറ്റ ദിവസത്തിൽ തന്നെ നമ്മൾ കൃത്യമായി ചാർട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. പൊതുയോഗത്തിന് ശേഷം അല്ലെങ്കിൽ പൊതുസമ്മേളനത്തിന് ശേഷം തൊട്ട് പിന്നാലെ ശാസ്ത്രീയ നൃത്തവും കോൽക്കളിയും ഗാനമേളയും നാടകവും ഉൾപ്പെടെയുള്ള പരിപാടികൾ നടക്കും. ഈ പ്രദേശത്തെ യുവാക്കളായിട്ടുള്ളവരും പൈതങ്ങളായാലും വൃദ്ധരുൾപ്പെടെ ക്ഷണിച്ചുകൊണ്ടാണ് ഈ പരിപാടി നടത്തുന്നത്. ഈ പരിപാടിയിൽ നിന്ന് കൂടുതൽ ആളുകൾക്ക് ഈ സംഘടനയെ കുറിച്ച് അറിയുക എന്നുള്ളൊരു ഉദ്ദേശം കൂടി നമ്മൾ ലക്ഷ്യം വെച്ചിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ ബഷീർ നടുവട്ടം, MT റഫീഖ്, റിയാസ് വാഴിയിൽ, സഹൽ അഴകൻ, ലീല വിജയൻ മുല്ലശ്ശേരി തുടങ്ങിയവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു. പ്രസിദ്ധമായ ഗുരുവായൂർ ആനയോട്ടത്തിൽ മുൻനിരയിൽ ഓടാനുള്ള 3 ആനകളെ തെരഞ്ഞെടുത്തു. ഗോപി കണ്ണൻ, രവികൃഷ്ണൻ, ദേവദാസ് എന്നീ കൊമ്പന്മാരാണ് ഇത്തവണ ഓടുന്നത്. രാവിലെ സഹസ്ര കലശത്തിന് ശേഷം കിഴക്കേ ദീപസ്തംഭത്തിന് മുന്നിൽ നടന്ന ചടങ്ങിൽ നറുക്കെടുപ്പിലൂടെയാണ് ആനകളെ തെരഞ്ഞെടുത്തത്. കൊമ്പൻ ചെന്താമരാക്ഷൻ, പിടിയാന ദേവി എന്നീ ആനകൾ കരുതലായും ഉണ്ടാകും. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ നറുക്കെടുത്തു. ഭരണസമിതി അംഗങ്ങളായ C. മനോജ് B. നായർ, അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ, ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർമാരായ P. മനോജ് കുമാർ, KS മായാദേവി തുടങ്ങിയവർ സംബന്ധിച്ചു. ആനയോട്ടത്തിലെ താരമാണ് ഗോപി കണ്ണൻ. 8 തവണയും രവികൃഷ്ണൻ 2 തവണയും ജേതാക്കളായിട്ടുണ്ട്. 10 ആനകളാണ് ഇത്തവണ ആനയോട്ട ചടങ്ങിൽ പങ്കെടുക്കുന്നത്. മുൻനിരയിൽ അണിനിരക്കുന്ന 3 ആനകളിൽ ആദ്യം ഓടിയെത്തി ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്ന ആനയെ വിജയിയായി പ്രഖ്യാപിക്കും. നാളെ ഉച്ചതിരിഞ്ഞ് 3-നാണ് പ്രസിദ്ധമായ ഗുരുവായൂർ ആനയോട്ടം. ഇടവേള. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ID cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. ചാത്തന്നൂർ GLP സ്കൂളിലെ കുടുംബസംഗമം രക്ഷിതാക്കൾക്കും നാട്ടുകാർക്കും നവ്യാനുഭവമായി. പഴയകാല സ്മരണയിൽ കലാപരിപാടികൾ പുനരവതരിപ്പിച്ചത് ഹൃദ്യമായി. 90-നോടടുത്ത മുണ്ടിമുത്തശ്ശി മുതൽ വിവിധ പ്രായങ്ങളിലുള്ള നിരവധി പേർ തങ്ങളുടെ ആദ്യത്തെ പാഠശാലയിലെത്തി കുട്ടികൾക്ക് മുന്നിൽ മതിമറന്ന് പാടി. 60ഉം 80ഉം വർഷങ്ങൾക്ക് മുമ്പ് സ്റ്റേജിൽ അവതരിപ്പിച്ചിരുന്ന കലാവിരുന്നുകൾ ഓർമ്മയിൽ നിന്നും വീണ്ടെടുത്ത് ഒരിക്കൽ കൂടി അവതരിപ്പിച്ചതാണ് കാണികൾക്ക് വിസ്മയം പകർന്നത്. മൈക്കുകളില്ലാതെ മെഗാഫോൺ ഉപയോഗിച്ചു പാടിയ പഴയകാല പാട്ടുകൾ
കർഷക ഗാനങ്ങൾ, കല്യാണപ്പാട്ടുകൾ, ആദ്യകാലത്തെ ഏകാഭിനയങ്ങൾ, സംഘനൃത്തങ്ങൾ, കൈകൊട്ടിക്കളി തുടങ്ങി നിരവധി പഴയ പാട്ടുകളും കഥകളുമായി രക്ഷിതാക്കൾ വേദിയിൽ നിറഞ്ഞാടി. സ്കൂളിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു നാടിന്റെ മുഴുവൻ പങ്കാളിത്തത്തോടെ രക്ഷിതാക്കൾ ഒത്തുചേർന്ന് കലാപരിപാടികൾ അവതരിപ്പിക്കുന്നതെന്ന് സംഘാടകർ പറഞ്ഞു. രക്ഷിതാക്കൾ വളരെ ആവേശത്തോടെ ഈ പ്രവർത്തനം ഏറ്റെടുക്കുകയും ഒരു ദിവസം മുഴുവൻ ആടിയും പാടിയും അവർ സ്കൂളിന്റെ കളിമുറ്റം ഉത്സവമാക്കി മാറ്റുകയും ചെയ്തെന്ന് പരിപാടിയിൽ ആദ്യാവസാനം പങ്കെടുത്ത തൃത്താല ഉപജില്ലാ ഓഫീസർ PV സിദ്ദിഖ്, തൃത്താല BPC K പ്രസാദ്, പ്രധാനാധ്യാപിക MC സുമയ്യ, PTA പ്രസിഡന്റ് TP സലാം, MPTA പ്രസിഡന്റ് മഹാലക്ഷ്മി എന്നിവർ പറഞ്ഞു. സ്കൂൾ പഠനകാലത്ത് വേദികൾ കൈയടക്കിയിരുന്ന പലരും വർഷങ്ങൾക്കു ശേഷം അവരുടെ കഴിവുകൾ പൊടിതട്ടിയെടുക്കാനുള്ള ഒരവസരമായി ഇതിനെ കാണുകയായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് T സുഹറ സംഗമം ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് TP സലാം അധ്യക്ഷനായി. 5 വർഷമായി തൃത്താല സബ് ജില്ലയിലെ മികച്ച PTAയ്ക്കുള്ള പുരസ്കാരം ലഭിച്ച ചാത്തന്നൂർ സ്കൂളിനുള്ള ഉപഹാരം AEO PV സിദ്ദിഖ് സ്കൂൾ അധികൃതർക്ക് കൈമാറി. 1ാം ക്ലാസുകാർ സ്വന്തമായി എഴുതി തയ്യാറാക്കിയ കഥാപുസ്തകം തൂവലിന്റെ പ്രകാശനവും നടന്നു. ബ്ലോക്ക് മെമ്പർ TP ഷെറീന, വാർഡ് മെമ്പർമാരായ T പ്രേമ, T ശ്യാമള, KV മൊയ്തുണ്ണി, VP മഞ്ജു, C അബ്ദുൾ അഹമ്മദ് എന്നിവർ സംസാരിച്ചു. CCTV ന്യൂസ് തൃത്താല. കേരള കലാമണ്ഡലത്തിന്റെ ആദ്യത്തെ പ്രിൻസിപ്പാളും പ്രമുഖ കഥകളി ആചാര്യനുമായിരുന്ന പത്മശ്രീ വാഴയങ്കട കുഞ്ഞുനായരാശാന്റെ 43ാമത് ചരമവാർഷികവും അനുസ്മരണ സമ്മേളനവും സംഘടിപ്പിച്ചു. കലാമണ്ഡലം കൂത്തമ്പലത്തിൽ നടന്ന പരിപാടി വാഴയങ്കട കുഞ്ഞുനായരാശാന്റെ ചിത്രത്തിന്റെ മുന്നിൽ ദീപം കൊളുത്തി പുഷ്പാർച്ചന നടത്തിയതിനു ശേഷമാണ് തുടക്കമായത്. തുടർന്ന് നടന്ന അനുസ്മരണ സമ്മേളനം കലാമണ്ഡലം വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ B അനന്തകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ P രാജേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ഭരണസമിതി അംഗം KB രാജാനന്ദ് അനുസ്മരണ പ്രഭാഷണം നടത്തി. കലാമണ്ഡലം അക്കാദമിക് കോർഡിനേറ്റർ V അച്യുതാനന്ദൻ, കഥകളി തെക്കൻ കളരി HOD S രവികുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കഥകളി വേഷം വടക്കൻ കളരി HOD കലാമണ്ഡലം ഹരിനാരായണൻ സ്വാഗതവും വടക്കൻ കളരി കഥകളി അധ്യാപകൻ അരുൺ B വാര്യർ നന്ദിയും പറഞ്ഞു. തുടർന്ന് കലാമണ്ഡലത്തിലെ അധ്യാപകരും വിദ്യാർത്ഥികളും അവതരിപ്പിച്ച ഭഗവതം കഥകളി അരങ്ങിലെത്തി. പട്ടാമ്പിയിൽ ജമാഅത്ത് കൌൺസിൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. മുഹമ്മദ് മുഹസിൻ MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഗ്ലോബൽ ഹ്യൂമൻ റൈറ്റ്സ് ട്രസ്റ്റ് ഇന്ത്യയുടെ ഓണററി ഡോക്ടറേറ്റ് ബഹുമതി നേടിയ ജമാഅത്ത് കൌൺസിൽ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ഡോക്ടർ T അബ്ദുള്ളക്കുട്ടി, സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി ഡോക്ടർ P ബഷീർ എന്നിവർക്കാണ് പട്ടാമ്പിയിൽ അനുമോദനം ഒരുക്കിയത്. ജമാഅത്തെ കൌൺസിൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ കേരള ബിൽഡിംഗ് ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷൻ പട്ടാമ്പി യൂണിറ്റിന്റെ സഹകരണത്തോടു കൂടിയായിരുന്നു അനുമോദന സദസ്സ്. പട്ടാമ്പി MLA മുഹമ്മദ് മുഹസിൻ അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. എല്ലാ മതങ്ങളിലും ഇത്തരത്തിലുള്ള സേവന പ്രവർത്തനങ്ങൾ ഒരു പ്രധാനപ്പെട്ട കടമയാണ്. ഹിന്ദുമതം അതിൻ്റെ ഭാഗമായിട്ട് നിരവധിയായിട്ടുള്ള സേവന പ്രവർത്തനങ്ങളെക്കുറിച്ച്, ചാരിറ്റി പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. വിദ്യാഭ്യാസം നൽകുന്നതടക്കമുള്ള കാര്യങ്ങൾ. സിഖ് മതത്തിലും വളരെയേറെ, അത് ആ മതം വിശ്വസിക്കുന്ന ആൾ ചാരിറ്റി പ്രവർത്തനത്തിൻ്റെ ഭാഗമായില്ലെങ്കിൽ ഇസ്ലാമിനെ പോലെ തന്നെയാണ്, ആ മതത്തിൻ്റെ വിശ്വാസിയാവില്ല. ക്രിസ്ത്യാനിറ്റിയും ഇസ്ലാമിനെ പോലെ തന്നെ ലോകത്ത് ഏറ്റവും കൂടുതൽ ചാരിറ്റിക്ക് വേണ്ടി പ്രാധാന്യം നൽകുകയും അതിൽ പലരും അവരുടെ ആരാധനയുടെ കർമ്മത്തിൻ്റെ ഭാഗമായി ജീവിതചര്യയായി മദർ തെരേസയെ പോലെയുള്ള ആളുകൾ അതൊരു ജീവിതമാക്കി മാറ്റുകയും ചെയ്ത ആളുകളാണ്. ഇങ്ങനെ ലോകത്ത് ഓരോ മതങ്ങളും ചാരിറ്റി പ്രവർത്തനങ്ങൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ വളരെ പ്രധാനമായിട്ട് കാണുമ്പോഴും ഇന്ന് നമ്മുടെ നാട്ടിൽ നമ്മൾ കാണുമ്പോൾ മതങ്ങൾ അങ്ങനെ അല്ലാത്ത രീതിയിലുള്ള ചിത്രീകരണങ്ങൾ നടക്കുകയാണ്. ആരാധനാലയത്തിൻ്റെ വർഷങ്ങൾക്ക് മുമ്പ് അതെന്തായിരുന്നു എന്ന് തിരയാൻ വേണ്ടി അതിൻ്റെ അടിയിലുള്ള ഏറ്റവും അടിയിലുള്ള അടിക്കല്ല് ഇളക്കി നോക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ അങ്ങനെ സ്പർദ്ധയുണ്ടാക്കുകയും പരസ്പരം ആക്രമിക്കുകയും ചെയ്യുകയല്ല, വിദ്വേഷമല്ല, സ്നേഹമാണ് എന്നതാണ് ഏറ്റവും വലിയ സന്ദേശം. നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു. വൈസ് ചെയർമാൻ TP ഷാജി മുഖ്യാതിഥിയായി. ജമാഅത്തെ കൌൺസിൽ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ A അഷ്റഫ് മുഖ്യപ്രഭാഷണം നടത്തി. കേരള ബിൽഡിംഗ് ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് അലിക്കുഞ്ഞുകൊപ്പൻ വിശിഷ്ടാതിഥിയായി. പട്ടാമ്പി യൂണിറ്റ് സെക്രട്ടറി ശ്രീധരൻ, ജമാഅത്തെ കൌൺസിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ AK അബ്ദുൽ ഗഫൂർ, ഡോക്ടർ ഷംസുദ്ദീൻ ഖാജി, KR നാരായണസ്വാമി, KP കമാൽ, ബാലൻ, വികാസ്, K സലീം, മുരളീധരൻ വേളേരിമഠം, മോഹൻദാസ് സിഡിയത്ത്, CP പ്രദീപ്, K അക്ബർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ചടങ്ങിൽ T അബ്ദുള്ളക്കുട്ടിയും P ബഷീറും മറുപടി പ്രസംഗവും നടത്തി. ഇനി നവമാധ്യമ കാഴ്ച. അനായാസം ഓടിച്ചാടി നടക്കുന്നവരാണ് ശ്വാനന്മാർ. പക്ഷേ ഇടയ്ക്ക് ഒരു വെറൈറ്റി എല്ലാം വേണ്ടേ?
മനുഷ്യന്മാർ ചെയ്യുന്നത് കണ്ട് ആവേശം പിടിച്ചിട്ടാണെന്ന് തോന്നുന്നു ഈ ഒരു പരീക്ഷണം. ചാവക്കാട് നിന്ന് അർഷിദ് നൽകിയ ദൃശ്യം. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.